ഹലോ ഗൈസ്, ഇന്നെൻ്റെ ഹോസ്റ്റലിലെ ഒരു ഡേ ഇൻ ലൈഫാണ് കാണിക്കുന്നത്. ഇന്ന് ഞാൻ ക്ലാസ്സിന് പോകണില്ല. അപ്പോൾ രാവിലെ തന്നെ എണീറ്റപ്പോൾ നല്ല ഫുൾ ഓൺ പവറിലായിരുന്നു. അപ്പോൾ വേഗം പോയി ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് അങ്ങനെ ഫ്രഷ് ആവലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം സ്കിൻ കെയർ കാര്യങ്ങളൊക്കെ ചെയ്തു. ലിപ് ബാം ഒക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ മുടി ഒന്ന് ജടയൊക്കെ കളയാൻ വേണ്ടി പോയി. അത്യാവശ്യം നല്ല രീതിയിൽ ജട പിടിച്ചിരിക്കുന്നു. അപ്പോൾ കുറച്ച് പണിയുള്ളതിനെ കൊണ്ട് തന്നെ അതൊക്കെ നോക്കി നിന്ന് സാവകാശം എല്ലാം ചെയ്ത് റൂമിലെത്തിയപ്പം കുറച്ച് അധികം തുണികൾ വാഷ് ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ അത് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടു ആ നേരം കൊണ്ട് ഞാൻ റൂമൊക്കെ ക്ലീൻ ചെയ്യാൻ വിചാരിച്ചു. കാരണം കുറച്ച് കഴിഞ്ഞ് എൻ്റെ ഫ്രണ്ട്സുകൾ വരും, അവർക്ക് റിസർച്ചിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ റൂമാണെന്നുണ്ടെങ്കിൽ ഡീപ്പ് ക്ലീനിങ് ചെയ്തിട്ട് അത്യാവശ്യം കുറച്ച് ദിവസങ്ങളായിട്ടുണ്ട്. ഇങ്ങനെ ഒരു ലീവൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെ ഇങ്ങനെ ഡീപ്പ് ക്ലീനിങ് ആയിട്ട് ചെയ്യാറുള്ളൂ, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് അടിച്ചു വരി പോകുക എന്നുള്ളതേ ചെയ്യുള്ളൂ. അപ്പോൾ ഓരോ ഭാഗങ്ങളും ഒതുക്കി എല്ലാ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി വെച്ച് നല്ല ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ വേനലായതിനെ കൊണ്ടും അപ്പുറത്ത് പണി നടക്കുന്നതിനെ കൊണ്ട് തന്നെ നല്ല രീതിയിൽ പൊടിയാണ് റൂമിൽ. നമ്മളിപ്പോൾ ഒരു ദിവസം അടിച്ചു വാരിയിട്ടാലും പിറ്റേ ദിവസത്തേക്ക് അത്ര തന്നെ പൊടി വരും. പിന്നെ ഞങ്ങൾ ഹോസ്റ്റലിൽ ഞങ്ങൾക്ക് ഈ മാറാലൊക്കെ തട്ടാനുള്ള കുറേ കാര്യങ്ങളില്ലാത്തതിനെ കൊണ്ട് തന്നെ ഇങ്ങനത്തെ പോലെ PVC പൈപ്പ് ഇതൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ തട്ടണത്. പിന്നെ ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ മാറ്റിയിടാണ്ടിരുന്നു, ഞാൻ മറന്നുപോയി. അപ്പോൾ അതൊക്കെ മാറ്റിക്കാണ്ട് കുറച്ച് നേരം വെയിലത്തൊക്കെ ഇട്ട് എല്ലാം സെറ്റാക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ മെല്ലെ താഴെ അടിച്ചു വാരി ക്ലീൻ ചെയ്യാൻ വിചാരിച്ചു. കാരണം ഈ മേലെന്ന് പൊടി കാര്യങ്ങളൊക്കെ താഴേക്ക് ഇട്ടപ്പോൾ തന്നെ താഴെ ഫുൾ നല്ല രീതിയിൽ പൊടി. അപ്പോൾ ഇത്രയും പൊടി ശ്വസിച്ചിട്ടാണ് ഇവിടെ കിടന്നതെന്നുള്ളത് അപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഓരോ ഭാഗം അടിച്ചു വാരി സെറ്റാക്കി വന്നപ്പോഴത്തേക്ക് എൻ്റെ ഫ്രണ്ട് വന്ന് പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് അവളോട് സംസാരിച്ചൊക്കെ ഇരുന്ന് പിന്നെ വേഗം തുടയ്ക്കാൻ വേണ്ടിയിട്ട് പോയി. ഇനിയിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോട്ടി ചളി ആവണ്ടെന്ന് കരുതിയിട്ട് അങ്ങനെ അവളുമായിട്ട് വർത്തമാനം പറഞ്ഞിരുന്ന് ഞങ്ങൾ കുറച്ച് നേരം പിന്നെ മെല്ലെ തുടയൊക്കെ കഴിഞ്ഞ് റൂം ഇങ്ങനെ കണ്ടപ്പോൾ ഒരു സമാധാനം. ഇങ്ങനെ പൊസിഷനും മാറ്റിയിട്ടോ, ഞാൻ റൂമിൻ്റെ ബെഡിൻ്റെയൊക്കെ പൊസിഷനൊക്കെ മാറ്റി വെച്ച് വേഗം ഞാൻ പോയി ഫ്രഷായി കഴിഞ്ഞ് അതേപോലെ തന്നെ ഞാൻ വാഷ് ചെയ്ത ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വേഗം മാറിയിട്ട് കണ്ട് ഉച്ചയ്ക്കുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ നോക്കണം, അതിന് വേണ്ടിയിട്ട് പോവാൻ വിചാരിച്ചു. എൻ്റെ അമ്മ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ മോൾക്ക് ഇത്രയും ഉത്തരവാദിത്വം വന്നോ എന്നുള്ളത് വിചാരിക്കുക. കാരണം എൻ്റെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനത്തെ ഒരു രീതിയിലുള്ള പണികളോ കാര്യങ്ങളോ ചെയ്യില്ല. അടിച്ചു വരാൻ പറഞ്ഞാൽ തന്നെ എനിക്ക് ദേഷ്യമാണ്. അങ്ങനെ അപ്പുറത്തുള്ള അതിൽ ഫുള്ളായപ്പോൾ ഞാൻ വേഗം ഇവിടെ കുറച്ച് ഡ്രസ്സൊക്കെ വിരിച്ചിട്ട് നേരെ കിച്ചണിലേക്ക് പോയി. കിച്ചണിലെത്തി കഴിഞ്ഞിട്ട് ഇനി എന്ത് ഉണ്ടാക്കണം എന്നുള്ള ടെൻഷനോ കാര്യങ്ങളൊന്നും വേണ്ട, കാരണം ഇവിടെ ഇന്നും ഒരേ മെനു ആയിരിക്കും. ഞാൻ വേഗം ചോറിനുള്ള അരി കെട്ടതിന് ശേഷം അവിടെ നിന്നിട്ട് പഴം കഴിച്ചു. കാരണം ഞാൻ ഇന്ന് രാവിലെ മുതൽ ഫുഡൊന്നും കഴിച്ചില്ല. ഇപ്പോൾ ഏകദേശം ഒരു 11 മണി 11:30 നേരം അയക്കണം. അപ്പോൾ അവിടെ വന്ന് ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ച് ഇങ്ങനെ ആലോചിക്കുക ഇനി എന്ന് വീട്ടിലേക്ക് പോകാൻ പറ്റും. ഇവിടെ ഇന്ന് പോവാം നാളെ പോകാം എന്നുള്ള രീതിയിൽ അറ്റൻഡൻസ് ഒക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ എന്ന് വേണമെങ്കിൽ പോകാൻ വിചാരിക്കുമ്പോൾ റിസർച്ച് കംപ്ലീറ്റ് ആവാത്തതിനെ കൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ എന്നിപ്പോൾ പോകാൻ പറ്റും, എന്നതൊക്കെ കംപ്ലീറ്റ് ആക്കാൻ വിചാരിച്ച് ഇങ്ങനെ ആലോചിക്കുകയാണ്. ഒക്കെ കഴിഞ്ഞതിന് ശേഷം റൂമിലെത്തി കഴിഞ്ഞപ്പോൾ ഇതാ രണ്ടാമത്തെ ആളും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടിയും അവിടെ ഇരുന്ന് ഈ പ്രൊജക്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് ഈ പ്രൊജക്റ്റിൽ ഈ ഇൻ്റർപ്രിട്ടേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് ഒരുപാട് ബുദ്ധിമുട്ട്. അതിലാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ടൈം ലാഗാവുകയെന്ന്. പിന്നെ ഏകദേശം ഒരു 1 മണി 1:15 ആയപ്പോഴത്തേക്ക് ഞാൻ വേഗം താഴേക്ക് വന്നു. കാരണം ചോറ് മാത്രമേ ഉണ്ടാക്കി വെച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ മുട്ട പൊരിക്കാനൊന്നും നിന്നില്ല. അപ്പോൾ വേഗം മുട്ട പൊരിക്കാനും നിന്ന് അത് കഴിഞ്ഞതിന് ശേഷം കിച്ചണിൽ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാണ്ടായിരുന്നു. അതൊക്കെ കഴുകി വെച്ച് പിന്നെ എൻ്റെ കൂടെ ഉള്ള ഒരാൾക്ക് നോമ്പില്ല, അപ്പോൾ ആർക്കും കൂടി ഫുഡ് വേണമായിരുന്നു. അപ്പോൾ 2 പേർക്കുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ എടുത്ത് ഞാൻ മെല്ലെ കിച്ചണിൽ നിന്ന് കയറി. എനിക്ക് ഈ ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ള കാര്യം ഈ ഫുഡിൻ്റെ കാര്യമാണ്. നമ്മൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ആ വീട്ടിലത്തെ ആ ഒരു സുഖം, കഴിക്കുന്ന സുഖം കിട്ടില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് കഴിച്ചത് ഇതായിരുന്നു. ഇത്ര കഷ്ടപ്പെട്ട് ഞാൻ ഈ ക്യാമറ വെച്ചിട്ട് ഈ ക്യാമറയിൽ എൻ്റെ തല കുടുങ്ങിയിട്ടില്ലല്ലോ എന്നുള്ളത് ആലോചിക്കുമ്പോഴാണ് പിന്നെ ഈ വീഡിയോയും കിടന്നോട്ടെ എന്ന് വിചാരിച്ച് അവിടെ വെച്ചതാണ്. അങ്ങനെ അവർ പ്രൊജക്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് വൈകുന്നേരം അവർ പോയി കഴിഞ്ഞിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ഉറങ്ങി. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ നോമ്പ് തുറക്കാനുള്ള പരിപാടിയിലേക്ക് പോകാതിരിച്ച് അങ്ങനെ ഇവിടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നേരം അവിടെ നിന്നു. ഞങ്ങൾ എണ്ണക്കടികളൊന്നും ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ ഇരിക്കുന്നത്. പക്ഷേ ലാസ്റ്റ് ഞങ്ങൾ എണ്ണക്കടികൾ ഉണ്ടാക്കി, പഴംപൊരി ഉണ്ടാക്കി, അതേപോലെ തന്നെ ബ്രെഡും പൊരിച്ചു. അങ്ങനെ പിന്നെ ഞങ്ങൾ 2 പേരും അവിടെ ഇരുന്നുകൊണ്ട് നോമ്പൊക്കെ തുറന്ന് അവിടെ കുറച്ച് നേരം അതേപോലെ വർത്താനം പറഞ്ഞിരിക്കുക. വൈകുന്നേരങ്ങളിലാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ വർത്താനമൊക്കെ പറഞ്ഞിരിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്, ബൈ.